വലിയ സ്വപ്നങ്ങളുമായിട്ട് ലക്ഷങ്ങൾ ലോൺ എടുത്ത് ഉപരിപഠനത്തിനായാലും നല്ലൊരു കരിയറിനായാലും വിദേശ രാജ്യങ്ങളിലേക്ക്, പ്രത്യേകിച്ച് അമേരിക്കയിലേക്ക് മക്കളെ അയക്കുന്ന മാതാപിതാക്കൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട, കണ്ണു തുറപ്പിക്കേണ്ട ഒരു വാർത്തയാണ് ഇപ്പോൾ US-ൽ നിന്നും പുറത്തു വരുന്നത്. അമേരിക്കയിലെ പെൻസിൽവാനിയയിലുള്ള ഫിലാഡൽഫിയയിൽ ഒരു വ്യാജ പിസ്സ ഓർഡറിന്റെ മറവിൽ അതീവ ക്രൂരമായിട്ട് കെണിയൊരുക്കി ഒരു ഇന്ത്യൻ യുവാവിനെ വെടിവെച്ചു കൊന്നിരിക്കുകയാണ്. തെലങ്കാനയിലെ ഹൈദരാബാദ് സ്വദേശിയായ 28 വയസ്സുകാരൻ അൻഷുൽ കുഞ്ചയാണ് ഈ ദാരുണ സംഭവത്തിന് ഇരയായത്. തങ്ങളുടെ ഏക മകൻ നഷ്ടപ്പെട്ടതിന്റെ ആഘാതത്തിൽ തകർന്നിരിക്കുന്ന കുടുംബം ഇപ്പോൾ ഇന്ത്യൻ മാതാപിതാക്കളോട് കണ്ണീരോടെ ഒരു കാര്യം അപേക്ഷിക്കുന്നുണ്ട്. ഒരു കാരണവശാലും നിങ്ങളുടെ മക്കളെ പഠിക്കാനോ ജോലിക്കോ ആയിട്ട് അമേരിക്കയിലേക്ക് അയക്കരുത്. എന്താണ് യഥാർത്ഥത്തിൽ ഫിലാഡൽഫിയയിൽ സംഭവിച്ചത്? ഇതിന് പിന്നിൽ അമേരിക്കയിൽ പടരുന്ന വംശീയതയുടെ, റേസിസത്തിന്റെ കറുത്ത കരങ്ങളുണ്ടോ? നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അൻഷുൽ ഒരു ഓർഡിനറി ഡെലിവറി ബോയ് മാത്രമായിരുന്നില്ല. വളരെ മികച്ച വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരു ഡേറ്റ അനലിസ്റ്റ് പ്രൊഫഷണൽ ആയിരുന്നു അദ്ദേഹം. ഹൈദരാബാദിലെ പ്രമുഖ കോളേജായ CBITയിൽ നിന്നും കെമിക്കൽ എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കിയ ശേഷം ഉപരിപഠനത്തിനായിട്ട് ഏകദേശം 4 വർഷം മുൻപാണ് അൻഷുൽ US-ലേക്ക് പോകുന്നത്. US-ലെ പ്രശസ്തമായ ഡ്രെക്സൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിസിനസ് അനലിറ്റിക്സിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി എടുത്ത് ആമസോൺ ഇന്ത്യയിലും റിലയൻസ് ജിയോയിലും ഒക്കെ സീനിയർ അനലിസ്റ്റ് ആയിട്ട് ജോലി ചെയ്ത പരിചയ സമ്പത്തും ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. നിലവിൽ നോർത്ത് ഫിലാഡൽഫിയയിലെ ഒരു ജാപ്പനീസ് മൾട്ടിനാഷണൽ കമ്പനിയിൽ നല്ലൊരു ജോലി ചെയ്യുകയായിരുന്നു ഇയാൾ. പക്ഷേ തന്റെ പഠന ആവശ്യങ്ങൾക്കായിട്ട് എടുത്ത വലിയ എഡ്യൂക്കേഷണൽ ലോൺ വേഗത്തിൽ അടച്ചു തീർക്കാൻ വേണ്ടിയാണ് വീക്കെൻഡുകളിൽ, അതായത് ശനി ഞായർ ദിവസങ്ങളിൽ പിസ്സ എന്ന ഷോപ്പിൽ അൻഷുൽ പാർട്ട് ടൈം ആയിട്ട് ഡെലിവറി ജോലിക്ക് പോയിരുന്നത്. ആ ഒരു തീരുമാനമാണ് ഒടുവിൽ അദ്ദേഹത്തിന്റെ ജീവൻ എടുത്തത്. സംഭവം നടക്കുന്നത് ഫിലാഡൽഫിയയിലെ റെയ്മണ്ട് റോസൻ ഹോംസ് എന്ന ഹൗസിംഗ് കോംപ്ലക്സിലാണ്. രാത്രി ഏകദേശം 12:30 അൻഷുലിന് 3 പിസ്സകൾ ഡെലിവറി ചെയ്യാനുള്ള ഒരു ഓർഡർ ലഭിക്കുന്നു. ഓർഡർ ചെയ്ത അപ്പാർട്ട്മെന്റിലേക്ക് പിസ്സ ബോക്സുകളുമായിട്ട് അൻഷുൽ നടന്നു പോകുന്ന ദൃശ്യങ്ങൾ ഫിലാഡൽഫിയ ഹൗസിംഗ് അതോറിറ്റിയുടെ CCTV ക്യാമറകളിൽ പതിഞ്ഞിട്ടുണ്ട്. കറുത്ത വസ്ത്രം ധരിച്ച് ബാഗും തൂക്കി 2 പേർ അൻഷുലിനെ പിന്തുടരുന്നതും ഇതിൽ കാണാം. എന്നാൽ അൻഷുൽ ഈ ഓർഡർ കൊണ്ടുകൊടുത്ത അപ്പാർട്ട്മെന്റ് യഥാർത്ഥത്തിൽ ആരും താമസിക്കാത്ത ഒരു ഒഴിഞ്ഞ വീടായിരുന്നു. അൻഷുൽ ആ ഒഴിഞ്ഞ അപ്പാർട്ട്മെന്റിൽ 3 പിസ്സ ബോക്സുകളും ഡെലിവറി ബാഗും വെച്ച് പുറത്തേക്ക് ഇറങ്ങിയ തൊട്ടടുത്ത നിമിഷം കെട്ടിടത്തിന് പുറത്തു വെച്ച് ആ ആക്രമികൾ അൻഷുലിന്റെ തലയ്ക്ക് പിന്നിലേക്ക് വെടിയുതിർക്കുകയായിരുന്നു. 3 തവണയാണ് അവർ വെടിവെച്ചത്. സംഭവ സ്ഥലത്ത് നിന്ന് 3 വെടിയുണ്ടകളുടെ കവചങ്ങൾ, ആ കേസുകൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. വെടിയേറ്റ ഉടൻ തന്നെ അൻഷുൽ അവിടെ വീണ് മരിക്കുകയായിരുന്നു. ഈ കേസിൽ ഏറ്റവും ഞെട്ടിക്കുന്ന വശം എന്താണ് എന്ന് വെച്ചാൽ, അൻഷുലിന്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണ മാലയോ വിലപിടിപ്പുള്ള ഫോണോ പണമോ ഒന്നും തന്നെ അക്രമികൾ കവർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു സാധാരണ മോഷണ ശ്രമമല്ല, മറിച്ച് കൃത്യമായി പ്ലാൻ ചെയ്ത് അദ്ദേഹത്തെ അവിടെ വരുത്തി കൊലപ്പെടുത്തിയ ഒരു കെണിയാണ്. ഇങ്ങനെയാണ് പോലീസ് ഉറപ്പിച്ചു പറയുന്നത്. ഇവിടെയാണ് വംശീയതയുടെ, റേസിസത്തിന്റെയും അതുപോലെ ഹെയ്റ്റ് ക്രൈമിന്റെയും സാധ്യതകൾ ഉയർന്നു വരുന്നത്. അടുത്ത കാലത്തായിട്ട് അമേരിക്കയിൽ ഇന്ത്യൻ വംശജർക്കും ഏഷ്യക്കാർക്കുമെതിരെ കടുത്ത ആക്രമണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇന്ത്യൻ വിദ്യാർത്ഥികളും പ്രൊഫഷണലുകളും പലപ്പോഴും അകാരണമായിട്ട് ആക്രമിക്കപ്പെടുകയോ അല്ലെങ്കിൽ ക്രൂരമായിട്ട് കൊല ചെയ്യപ്പെടുകയോ ചെയ്യുന്നുണ്ട്. പല അമേരിക്കൻ നഗരങ്ങളിലും കുടിയേറ്റക്കാരെയും വിദേശികളെയും ലക്ഷ്യം വെച്ച് പ്രത്യേകിച്ച് യാതൊരു പ്രകോപനവും ഇല്ലാതെ നടത്തുന്ന ടാർഗറ്റഡ് റേഷ്യൽ വയലൻസ് വളരെ വലിയ രീതിയിൽ വർദ്ധിച്ചു വരികയാണ്. അൻഷുലിന്റെ കാര്യത്തിലും പണമോ മറ്റ് സാധനങ്ങളോ നഷ്ടപ്പെടാത്ത സ്ഥിതിക്ക് ഒരു ഏഷ്യൻ വംശജനായതുകൊണ്ട് മാത്രം വിദ്വേഷത്തിന്റെ പേരിൽ നടത്തിയ കൊലപാതകമാണോ ഇതെന്ന് US-ലെ ഇന്ത്യൻ സമൂഹം ശക്തമായി സംശയിക്കുന്നുണ്ട്. ഹൈദരാബാദിലുള്ള അൻഷുലിന്റെ കുടുംബത്തിന് ഈ വാർത്ത വിശ്വസിക്കാൻ പോലും ആയിട്ടില്ല. ആസ്മ രോഗിയായ അമ്മ വിവരം അറിഞ്ഞ് അതീവ ഗുരുതരാവസ്ഥയിലാണ്. അൻഷുലിന്റെ സഹോദരി തൻവി കുഞ്ച മാധ്യമങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയാണ്: അവന് അവിടെ ശത്രുക്കൾ ആരും ഇല്ലായിരുന്നു. ഇതൊരു വലിയ കെണിയാണ്. അവനെ കൊല്ലാൻ വേണ്ടി മാത്രം ആരോ ചെയ്തതാണ്. കൂടാതെ മുൻപ് ഒരിക്കൽ അമേരിക്കയിൽ വെച്ച് അൻഷുൽ ഒരു റോബറിക്ക് ഇരയായിട്ടുണ്ട് എന്നും അവന്റെ ഫോണും പണവും അന്ന് കവർന്നിരുന്നുവെന്നും സഹോദരി വെളിപ്പെടുത്തി. അമേരിക്കയിലെ സുരക്ഷാ വീഴ്ചകളെയും അതുപോലെ വർദ്ധിച്ചു വരുന്ന വിദ്വേഷ ചിന്താഗതികളെയും രൂക്ഷമായി വിമർശിച്ച അവർ ഒരു കാരണവശാലും ഇന്ത്യൻ മാതാപിതാക്കൾ തങ്ങളുടെ മക്കളെ അങ്ങോട്ട് അയക്കരുത് എന്നും കൂട്ടിച്ചേർത്തു. നിലവിൽ ന്യൂയോർക്കിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അൻഷുലിന്റെ ഭൗതിക ശരീരം എത്രയും വേഗം ഇന്ത്യയിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഫിലാഡൽഫിയ പോലീസ് അക്രമികളെ പിടികൂടാൻ സഹായിക്കുന്നവർക്കായിട്ട് $20,000, ഏകദേശം 16 ലക്ഷത്തിലധികം ഇന്ത്യൻ രൂപ പ്രതിഫലം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിസ്സ ഓർഡർ ചെയ്യാൻ ഉപയോഗിച്ച ഫോൺ നമ്പറും ആ കോംപ്ലക്സിലെ CCTV ദൃശ്യങ്ങളും കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ലോൺ എടുത്തും കഷ്ടപ്പെട്ടും വിദേശത്തേക്ക് പോകുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ സുരക്ഷ ഇന്ന് വലിയൊരു ചോദ്യചിഹ്നമായി മാറുകയാണ്. കഠിനാധ്വാനിയായ ആരോടും ഒരു ശത്രുതയും ഇല്ലാത്ത ഒരു 28 വയസ്സുകാരൻ ടെക്കിയുടെ ജീവനാണ് ഒരു ദാരുണമായ വംശീയ കെണിയിലൂടെ നഷ്ടമായിരിക്കുന്നത്. അമേരിക്ക പറയുന്ന ജനാധിപത്യവും മനുഷ്യാവകാശവും കേവലം പൊള്ളയാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.